നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി 9 ദിവസങ്ങൾ മാത്രം. പ്രചരണം അവസാനിക്കാൻ ബാക്കിയുള്ളത് 8 ദിവസങ്ങൾ കൂടി. ഇതോടെ പീരുമേട്ടിലെ മുന്നണികൾ തീപാർന്ന പോരാട്ടമാണ് സംഘടിപ്പിക്കുന്നത്. പഞ്ചായത്തുകൾ തോറുമുള്ള പര്യടനവും സ്വീകരണവും 2 ദിവസം കൊണ്ട് പൂർത്തിയാകും. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നതോടെ LDF സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കി കളം നിറഞ്ഞിരുന്നു. UDF സ്ഥാനാർത്ഥി നിർണയം വൈകിയാണ് പൂർത്തിയാക്കിയത്. എങ്കിലും UDF സ്ഥാനാർത്ഥിക്ക് LDF സ്ഥാനാർത്ഥിക്ക് ഒപ്പമെത്താൻ കഴിഞ്ഞു. പീരുമേട്ടിൽ കഴിഞ്ഞ 20 വർഷമായി LDF ആണ് വിജയിക്കുന്നത്. കഴിഞ്ഞ 2 തിരഞ്ഞെടുപ്പിലും നിസാര വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് LDF വിജയിച്ചത്. കഴിഞ്ഞ 2 തവണയും UDF സ്ഥാനാർത്ഥി സിറിയക് തോമസ് തന്നെയാണ് മത്സരിച്ചത്. എന്ത് വില കൊടുത്തും ഇപ്രാവശ്യം വിജയിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് 2 പ്രാവശ്യം പരാജയപ്പെട്ട സിറിയക് തോമസ് തന്നെ മത്സരിക്കുന്നത്. ഇപ്പോൾ UDFന്റെ മത്സരം വാനോളം ഉയർന്നിരിക്കുകയാണ്. എന്നാൽ കഴിഞ്ഞ 20 വർഷമായി കയ്യിലിരിക്കുന്ന സീറ്റ് എന്ത് വില കൊടുത്തും നിലനിർത്തുന്ന രീതിയിലാണ് LDF പ്രചരണം കൊഴിപ്പിക്കുന്നത്. NDA സ്ഥാനാർത്ഥിയായി രതീഷ് വരകുമലയും ഒട്ടും പിന്നിലല്ലാതെ പ്രചരണ രംഗത്ത് സജീവമാണ്. തിരഞ്ഞെടുപ്പിന് ഇനി 9 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. 8 ദിവസം മാത്രമാണ് പരസ്യ പ്രചരണത്തിന് ബാക്കിയുള്ളത്. ജില്ലയിൽ തീപാർന്ന പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ് പീരുമേട്. കുണ്ടും കൊടുത്തുമുള്ള പ്രചരണമാണ് മുന്നണി സ്ഥാനാർത്ഥികൾ സംഘടിപ്പിക്കുന്നത്. ഇതിനോടകം സ്ഥാനാർത്ഥിയുടെ പ്രചരണത്തിനായി മുന്നണികളുടെ മുതിർന്ന നേതാക്കളെല്ലാം മണ്ഡലത്തിലെത്തിയിരുന്നു. പഞ്ചായത്തുകളിൽ നടക്കുന്ന പ്രചരണ പരിപാടി 2 ദിവസത്തിനകം പൂർത്തിയാകും. ഇതോടെ പ്രചരണം കൊടുമ്പിരി കൊള്ളും. 3 മുന്നണി സ്ഥാനാർത്ഥികളും വിജയത്തിൽ കുറഞ്ഞൊന്നും പ്രതീക്ഷിക്കാതെയുള്ള പ്രചരണമാണ് സംഘടിപ്പിക്കുന്നത്. വേനൽ ചൂടിനേക്കാളും ഉച്ചസ്ഥായിലാണ് പീരുമേട്ടിലെ തിരഞ്ഞെടുപ്പ് ചൂട്. ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.